അവൾ വധിക്കപ്പെടേണ്ടവളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് കൈക്കോട്ടും വികാസവും ഭക്തിയും ഒക്കെ ഇങ്ങനെ വരിക. അപ്പൊ ഞങ്ങളുടെ നാടകക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഈ കാലിന്റെ അടിയിലൂടെ എന്നെയും ജാനകിയെയും കിടത്തി ഇവരിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഈ വന്ന ആളുകൾക്ക് ഞങ്ങളെ കിട്ടിയില്ല. അപ്പൊ ഇവര് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് പോയി നാടകം കളിച്ച് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇരുട്ടി എന്ന സ്ഥലത്ത് പോയപ്പോൾ ഇത്ര വലിയ ഒരു സ്വർണ്ണമിട ഏർനാടിന്റെ വീരപുത്രിയുണ്ട്, അപ്പോഴും ക്രീറ്റായിരുന്നു. അതേപോലെ മഞ്ചേരി മേലാൻ എന്ന സ്ഥലത്ത് നാടകം കഴിക്കുമ്പോൾ ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വരുന്നു. അത് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഞാനൊരു ഡയലോഗ് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അത് ആ സ്റ്റേജിൽ പോയി കളിച്ചു. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. വെടിവെച്ച ആൾ ഉടനെ ഓടിയുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ എയർഗണിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മൾ അറിയുകയും ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊള്ളും വേണം, വയ്ക്കും വേണം, ഇതായിരുന്നു ഉദ്ദേശം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് ഞാൻ ഇന്നും, അന്ന് എനിക്ക് 16 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് 83, സെപ്റ്റംബർ 18 വന്നാൽ 83 കഴിയും. അപ്പോൾ അങ്ങനെ അത്രയും വയസ്സായിട്ടും നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? വിദ്യാസമ്പന്നരായ നിങ്ങൾ നല്ല മനസ്സോടുകൂടെ നമ്മൾ പ്രേമിക്കാനോ അല്ലെങ്കിൽ പല കുട്ടികളും ചാടിപ്പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതൊന്നും ശരിയല്ലാത്തൊരു പ്രവർത്തനമാണ് എന്നുള്ള മനസ്സോടുകൂടെ തന്നെ. പക്ഷേ നമ്മൾ സ്നേഹം വേണം. എല്ലാം നമ്മളുടെ സഹോദര സഹോദരികളാണ് എന്ന ബോധം അതുണ്ടായിരിക്കണം. അവിടെ പ്രേമിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്ന വയസ്സായിട്ട് നിങ്ങൾ ചോദിച്ചോളി. കല്യാണം കഴിക്കാനാവുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അച്ഛനമ്മമാരെ വേദനിപ്പിക്കരുത്. അവരെന്ന് പറഞ്ഞാൽ നമ്മളുടെ മഹാശക്തിയാണ്. ഒരു അമ്മയുടെ മുല നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തി ഒരു ഭയങ്കര ശക്തിയാണ്. ഇപ്പൊ നമ്മളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇപ്പം ഇസ്ലാം സ്വീകരിച്ച് പോയിട്ടുണ്ടെന്ന് കേട്ടു. അത് അവിടെ എവിടെ തന്നെ എത്തി എന്നുള്ളത് ഇപ്പൊ ആരും അറിയുന്നില്ല. അത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ അമ്മയുടെ അത് എന്ത് കുട്ടിയാണെങ്കിലും ശരി, ഹിന്ദു കുട്ടിയാവാം, മുസൽമാൻ കുട്ടിയാവാം, എന്ത് കുട്ടിയാണെങ്കിലും അത് പെൺകുട്ടിയാണ്. പെൺകുട്ടികൾക്ക് നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് ഒരുപാട് അച്ചടക്കങ്ങൾ ആവശ്യമാണ്. ആ ആവശ്യമില്ലെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും നമ്മൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. പുരുഷന്മാർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് മുഖം കഴുകിയിട്ട് പോകാം. പക്ഷെ ഇന്നത്തെ ഗവൺമെന്റ് വിടില്ല, ഒരുത്തനെ വിടില്ല. ഒരു കുട്ടിയുടെ പിന്നിൽ ഒന്ന് ചൂള പഠിച്ചാൽ മതി, അത് കൊടുത്താൽ അവൻ കുടുങ്ങി. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് നമ്മളുടെ ശക്തി, നമ്മളുടെ ഇന്നത്തെ ശക്തി നമ്മൾക്ക് അതാണ്. അപ്പോൾ മതിലിന് ഞാൻ പങ്കെടുത്തി. എല്ലാ ആളുകളും പറഞ്ഞേ മതിൽ പങ്കെടുക്കാൻ പാടില്ല. അതിന്റെ മുൻപ് നമ്മുടെ ഞാൻ രാഷ്ട്രീയം പറയല്ല കേട്ടോ, രാഷ്ട്രീയം പറയല്ല. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറയില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരിയാണ്. അതുകൊണ്ട് അത് പറയാതിരിക്കുക, അത് നിങ്ങൾക്ക് ബോധം വരാനുള്ള ഒരു പറച്ചിലാണ്. കാരണം ഇന്ന് നമ്മളെ ഭരിക്കുന്നത് ഒരു പ്രധാന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് വിചാരിച്ചാൽ അത് നടന്നിരിക്കും. ആ നടത്തമായിരുന്നു ഇത്രയും കാലം പ്രവാസ ലോകം കൊണ്ട് നടന്നിരുന്ന നമ്മളുടെ ഒരുപാട് മഹാന്മാരായ കഷ്ടപ്പെടുന്ന ബുദ്ധിജീവികളായ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കുറെ മണ്ടന്മാരായ കുറെ മനുഷ്യർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരുന്നു? അവർ കൊണ്ടുവരുന്നതൊക്കെ ഇവിടെ നമുക്ക് നശിപ്പിച്ചു കളയായിരുന്നു. പക്ഷേ ബുദ്ധിമാനായ നമ്മളുടെ മുഖ്യമന്ത്രി 2 വർഷങ്ങൾക്ക് മുമ്പ് ലോക മലയാളികളെ കംപ്ലീറ്റ് തെരഞ്ഞുകൊണ്ട് അവരുടെ ഒരു സമ്മേളനം വെച്ചു തിരുവനന്തപുരം. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് പറയാനുള്ളത് ഈ സർവൻസിനെ പറ്റിയായിരുന്നു. ഞാനത് സ്വതന്ത്രമായി പറഞ്ഞു. അപ്പം തന്നെ അത് അടിച്ചിട്ട് നമ്മൾക്ക് കൈതരിക. അപ്പം തന്നെ നമ്മൾക്കത് നമ്മൾ പറഞ്ഞത് നമ്മുടെ കയ്യിൽ തെറ്റുപറ്റിയിട്ടോ എന്ന് അറിയണമെങ്കിൽ. അപ്പോൾ അത് വലിയൊരു വിജയമായിരുന്നു. പ്രവാസി ലോകത്തിന് എല്ലാ മനുഷ്യർക്കും ഞങ്ങൾക്ക് താങ്ങും തരേണ്ട ഒരാളുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടായി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി മതിൽ, സ്ത്രീകളെ പറ്റി ഒരു മതിൽ കിട്ടിയാലോ. അതിന് ചർച്ചയായി, അതിന് വലിയ ഒരു തൂക്കം കൊടുക്കാതെയായി. പക്ഷെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ 2ാമത്തെ പ്രവർത്തനം ഏറ്റവും ശക്തമായ ഒരു സംഭവമായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തത് ഞാനൊരു ഇവിടേക്ക് പിന്നെ വേറെ ഇന്നലെ പോയതിന്റെ അപ്പുറത്തേക്ക് കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്താണ് എനിക്ക് പോകേണ്ടത്. പക്ഷെ ആ സമയമായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. എനിക്ക് കിട്ടിയ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ഇറങ്ങി.
ഏറിയിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു 1952 കാലഘട്ടങ്ങളിൽ GKF ഒരു നാടകം എഴുതി, മതിലുകൾ. നല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് നാടകം മതിലുകൾ എന്നൊരു നാടകം എഴുതി. ആ നാടകം പൊളിക്കാനായി അതിന്റെ മതിലുകൾ പൊളിക്കാൻ അവിടെ ഒരു പറ്റം ആളുകൾ ഇറങ്ങിയപ്പോൾ അതിന്റെ ഒരു കഥാപാത്രം ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ മതിലല്ല പൊളിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലൊരു മതിലുണ്ട്, ആ മതിലാണ് പൊളിക്കേണ്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് 54 KT മുഹമ്മദ് എഴുതി ഇത് ഭൂമിയാണ്. അദ്ദേഹം പറഞ്ഞു, കൈലുകൾ പിടിക്കണ കൈകളും കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ കറുപ്പായ കൈലുകൾ കൊടികളായി പിടിക്കണ കറുത്തോരടുക്കള വിട്ട് വളർത്തിറങ്ങണ പെണ്ണായി പിറന്നോര് പൊണ്ണത്തികളാണെന്ന് വണ്ണത്തിൽ പറയണ മണ്ടന്മാർ പിറക്കണ. ഭാവനാശാലികളായിരുന്ന ആ എഴുത്തുകാരുടെ എഴുത്താണ് അല്ലേ? അത് നല്ലൊരു എഴുത്തല്ലേ? ഇങ്ങനെയുള്ള ഭാവനയാണ് നിങ്ങളിലേക്ക് മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. പ്രിയപ്പെട്ട സഹോദരി കുട്ടികളെ, പ്രിയപ്പെട്ട സഹോദരികളെ, എൻ്റെ മക്കളെ, നിങ്ങളൊക്കെ എൻ്റെ മക്കളാണ്, എൻ്റെ പൊന്നു മക്കളെ. നിങ്ങളെ എഴുതുമ്പോൾ നല്ലതായിട്ട് ഇത്ര മനുഷ്യനെ നന്നാക്കുന്ന അത്ര തരത്തിലുള്ള വാക്കുകൾ എഴുതിക്കൊണ്ട് നമ്മളുടെ മനുഷ്യനെ നന്നാക്കാനും നമ്മളുടെ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളെ പറ്റി നല്ലതായിട്ട് ചിന്തിക്കാനും എല്ലാം നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല എഴുത്തുകാര്, നല്ല പാട്ടുകാര്, നല്ല കലാകാരന്മാര്, നല്ല നാടകക്കാര്, നല്ല എല്ലാ മേഖലയിലും കോൽക്കളിയാണല്ലോ. നമ്മളൊരു കോൽക്കളി കളിക്കുകയാണ്. നല്ലൊരു പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പണിക്കുന്ന ഒരു സ്ത്രീയോട് പാടാൻ പറഞ്ഞപ്പോ ആ സ്ത്രീ അന്ന് പാടി ഒരു 2-3 പാട്ട് കൂടി പാടിയാൽ എനിക്ക് പോകണം. ആ സ്ത്രീ അന്ന് പാടി. പിന്നെ അന്നൊക്കെ എനിക്ക് 6 വയസ്സൊക്കെ ഉള്ളു. കാലച്ചെറുപ്പത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിർത്തിയേ ഉണ്ടായ മാനൻ മരിച്ചു പോകും സമയത്ത് അവരെ ഉന്മേഷ കൈക്കെടുത്തു വെച്ചെന്റെ മാറത്ത് കണ്ടോരെ കൊള്ളത് രീതിക്കല്ലേ പടച്ചോനെ കരുതി പറയും ഇറക്ക് ഊഹം പിരിഞ്ഞാലേ പിരിഞ്ഞെന്റെ മണിമാരൻ മരിച്ചു പോയി പിറകെ അസറത്തും കാത്തിരിപ്പിലായി ഇടക്കിടെ പല കെട്ടും വരുന്നു പിന്നെ എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ. ഞാൻ അന്ന് ഹൃദയമാക്കി വെച്ചിട്ടുള്ളതാണ് ഈ പാട്ട്. കാരണം ഒരു റോഡിൽ വീട് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് തീറ്റി പോറ്റി വളർത്തി ഒരു വലിയ പെൺകുട്ടിയായപ്പോൾ അയാൾ എന്നെ വിവാഹം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് രോഗം വന്ന് മരിക്കുമെന്ന് തോന്നിയപ്പോൾ അവിടെ തൊട്ട് പറഞ്ഞതാണ്, ഈ കനി മറ്റൊരാൾ ഭക്ഷിക്കരുതേ, ഈ കനി വേറൊരാൾക്ക് പോകരുതേ, അത് കാത്തിരിക്കാണ്. അതാണ് അവൾ ഇന്ന് മുസ്ലിം സ്ത്രീകൾ അവിടെ മരക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവൾ അത് ആദരിക്കുകയാണ്. അതായിരുന്നു ആ പാട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിൽ തന്നെ കലയും സംസ്കാരത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റൂല. ഇന്ന് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, പഠിക്കാം, ഏത് മേഖലയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എഞ്ചിനീയർ ആവാം. നിങ്ങൾക്കൊക്കെ മരത്തിൽ കയറുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലേ? നല്ലൊരു വേണമെങ്കിൽ ഷട്ടപ്പെട്ട ഇന്നത്തെ പെൺകുട്ടികൾ മരത്തിൽ കയറൂലേ? കയറാം, നമുക്കൊന്ന് കയറാം. പണ്ടത് പാടില്ലായിരുന്നു. എന്തുകൊണ്ട് ഞാൻ കയറി? എന്തുകൊണ്ടായിരുന്നു? എൻ്റെ വാപ്പിയും സമ്മതിക്കുമായിരുന്നു, അതുകൊണ്ട് കയറി. ഞാൻ കിടറുത്തി. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് അനുവാദമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ മുൻപിലൊരു സർക്കസ് കളിച്ചാൽ അത് അതേപോലെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും അനുജനും കളി. അവര് 10 പറഞ്ഞാൽ ഞങ്ങൾ 12 കളി. അങ്ങനെ വികൃതി അത് വികൃതി ഒരു പരിധി വരെ നമുക്ക് വികൃതി വേണം കുട്ടികൾക്ക്. ഈ വികൃതികൾ ഉണ്ടാവുമ്പോൾ ആ കുട്ടികളാണ് ഏറ്റവും നല്ല കുട്ടികളായിട്ട് പറയുക. നമ്മൾക്ക് അരോചകമായി തോന്നാം, പക്ഷെ അരോചകമല്ല, വികൃതി.
ശക്തി വേണം കുട്ടികൾക്ക്. അല്ലെങ്കിൽ എന്താ കുട്ടിത്തം മന്ദനായി ഇങ്ങനെ അടിക്കുന്ന കുട്ടിത്തട്ടാകും ഒന്നുമില്ല, നമ്മൾ വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെയൊക്കെ സ്ഥലത്തിന് ഇറങ്ങണം. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾ ഈ ലോകം ഭരിക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും, ഞങ്ങൾ ഭരിക്കും, ഈ മുഖ്യമന്ത്രി ആവണം ഞങ്ങൾക്ക് കഴിയും എന്ന് തോന്നണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും എല്ലാ മേഖലയിലും പ്രവർത്തിക്കാനുള്ള ഒരു സൗകുല്യം നിങ്ങളെപ്പോലെയുള്ള വിദ്യാസമ്പന്നർക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.